ഇല്ല 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 ഇത് ബി ജെ പിയുടെ നിലപാട് കൂടി നിങ്ങൾ അറിയണമല്ലോ. ഇവിടെ ബി ജെ പി 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള മണ്ഡലമാണ്. ഉല്ലാസ് ബാബു ഇപ്പൊ താങ്കൾ ഈ തർക്കം കണ്ടു നിൽക്കേണ്ട ആളല്ലല്ലോ. ഡീലാണെന്നാണ് ആരോപണം. ആരെ ജയിപ്പിക്കാനുള്ള ഡീല് പറയും, ഉല്ലാസ് പറയും. തൃശ്ശൂരിൽ 1ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് പോയത് കോൺഗ്രസ് ആണ്. 1.5 ലക്ഷം വോട്ട് തൃശ്ശൂരില് 1.5 ലക്ഷം വോട്ട് മണ്ഡലത്തിൽ കിട്ടിയ 1 ലക്ഷം വോട്ട് പോയില്ലേ? 86,000 വോട്ട്, 86,000 വോട്ട്, പൂരം കലക്കി കൊടുത്ത് 86,000 ഞാൻ പറയുന്നത് ബി ജെ പി ജയിപ്പിച്ച പൂരം കലക്കി കൊടുത്ത് പൂരം കലക്കി കൊടുത്ത് ബി ജെ പി ജയിച്ചപ്പോ പറഞ്ഞല്ലോ LDF സ്ഥാനാർത്ഥി ഒരു സെക്കൻഡ്. അല്ല ആയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ ഇത് ക്യാമറയിൽ ഇവരെ കിട്ടില്ല. കുറച്ച് പുറകിലേക്ക് ഇറങ്ങി എല്ലാവർക്കും മൈക്ക് തരാം സംസാരിക്കാം. മൈക്ക് തരാം. കുറച്ച് പുറകിലേക്ക് നിൽക്കൂ, എന്നാലേ ഇത് കാണാൻ പറ്റൂ. ഇനി ഓക്കെ, ബി ജെ പിയുടെ കാര്യം ഉല്ലാസ് ബാബു പറഞ്ഞ ശേഷം ചോദ്യത്തിലേക്ക് പറ. ബഹുമാനരായിട്ടുള്ള വോട്ടർമാരെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് ഓളിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷത്തിന്റെ പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥികൾ എന്താണ് ജയിച്ചു വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ജമാൽക്ക, അപ്പോൾ ഇതേപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ സാധിക്കുമെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട ബാധ്യതയുണ്ട്. ഈ 3 പേരും അവരുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ പാലക്കാടിൻ്റെ നിയമസഭയിൽ അടിസ്ഥാനപരമായിട്ടുള്ള എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മാന്യത ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മറ്റ് നിഷ്പക്ഷരും ഒന്ന് കേൾക്കണം. നോക്കൂ, നമ്മുടെ നാടിനകത്ത് പ്രത്യേകിച്ച് പ്രായരി പോലെയുള്ള മാത്തൂർ പോലെയുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി അടങ്ങുന്ന വിവിധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പാലക്കാട് നിയോജക മണ്ഡലം. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രീ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിജയിച്ചു വരികയാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. ഒരു അക്കാഡമിക് സിറ്റി ഇവിടെ ഇല്ല, ഒരു നോളജ് സിറ്റി ഇല്ല. IIT ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത ഒഴിച്ചാൽ മറ്റ് അക്കാഡമിക് സിറ്റിയും നോളജ് സിറ്റിയും വരേണ്ട ഒരു ബാധ്യത നമുക്കിവിടെ ഉണ്ട്. 3800 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടെ നിരവധി ആളുകൾക്ക് തൊഴിൽ വേണ്ടതുണ്ട്. അത് കൃത്യമായി സമയം നഷ്ടമില്ലാതെ, നേരത്തെ നിങ്ങൾ മെഡിക്കൽ കോളേജിന്റെ വിഷയം വരുമ്പോൾ 2 പേരും പ്രയാസമുണ്ട്. എന്താണ് പ്രയാസം ഉണ്ടാകുന്നത്? റെജിൽ പറയുന്നത് അത് ഷാഫി പറമ്പിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുവന്നു. വസീഫ് പറയുന്നത് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണെന്നുള്ളത്. പിണറായി വിജയനാണ് എങ്കിലും, പിണറായി വിജയന് മുമ്പുണ്ടായിരുന്ന ബഹുമാനായ ഉമ്മൻചാണ്ടിയാണ് എങ്കിലും ജനങ്ങൾക്ക് തരേണ്ട കാര്യങ്ങളെ സമയം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തി. അവിടെ 13 വർഷക്കാലം നിങ്ങൾക്ക് ലാഗ് ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം. അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അത് കർഷകന്റെ വിഷയമായിക്കോട്ടെ, സഹോദര, അത് കർഷകന്റെ വിഷയമായിക്കോട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, മറുപടി പറയാലോ. ശരി, പറയൂ. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ചോദ്യമായി നമ്മൾ എന്തിനാണ് അങ്ങേക്ക് ദേഷ്യം വരുന്നത്? വളരെ ജെന്റിലായിട്ട് ചോദിക്കൂ, വളരെ മാന്യമായി ചോദിക്കൂ. ഞാൻ മറുപടി പറയാം. എന്തിനാണ്